പ്രൈസ് ദി ലോർഡ്. സന്തോഷത്തോടെ നമുക്ക് കർത്താവിൻ്റെ വചനം സ്വീകരിക്കാം. ഒത്തിരി ഹൃദയത്തിൽ നിറഞ്ഞ സന്തോഷത്തോടെ, കുടുംബത്തിലുണ്ടാകുന്ന സന്തോഷത്തോടെ കർത്താവിൻ്റെ വചനം സ്വീകരിക്കാൻ വേണ്ടി നമുക്കൊരുങ്ങാം. പ്രിയപ്പെട്ടവരെ, ഒരു ദൈവാനുഗ്രഹത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട വഴിയാണ് ദൈവത്തിൻ്റെ ഇഷ്ടം നിറവേറ്റുന്നത്. അവൻ്റെ ഇഷ്ടം നിറവേറ്റുന്നവരെ അവൻ അനുഗ്രഹിക്കും. സൃഷ്ടിയെക്കുറിച്ച് സൃഷ്ടാവിന് ചില ഇഷ്ടങ്ങളുണ്ട്. എൻ്റെ സൃഷ്ടി എങ്ങനെ പോകണമെന്ന് നമുക്കറിയാം. ഒരു സാധനം നിർമ്മിക്കുമ്പോൾ നിർമ്മാതാവിന് അതിനെക്കുറിച്ച് ചിന്തയുണ്ട്. അതെങ്ങനെ ഉപയോഗിക്കണം, അതിൻ്റെ ഭാവി എങ്ങനെയാകണം, അതിൻ്റെ ലൈഫ് എങ്ങനെയാണെന്നൊക്കെ. അതനുസരിച്ച് മുമ്പോട്ട് പോകുമ്പോൾ ആ ഉൽപ്പന്നം ഏറ്റവും മനോഹരമായിട്ട് മാറും. ഇതേപോലെ ഒരു സൃഷ്ടിയെക്കുറിച്ച് സൃഷ്ടാവിന് ചില സ്വപ്നങ്ങളുണ്ട്, ചില ഇഷ്ടങ്ങൾ. മനുഷ്യ മക്കളെക്കുറിച്ച് പിതാവായ ദൈവത്തിന് ചില ഇഷ്ടങ്ങളുണ്ട്. ആ ഇഷ്ടം തിരിച്ചറിഞ്ഞ് അതേപോലെ ജീവിക്കുമ്പോൾ വലിയ അനുഗ്രഹത്തിൻ്റെ വഴികൾ, അനുഗ്രഹത്തിൻ്റെ നീരുറവകൾ നമ്മുടെ മേൽ, നമ്മുടെ കുടുംബത്തിൻ്റെ മേലെല്ലാം വർഷിക്കപ്പെടും. അറിയാതെ അനുഗ്രഹം ലഭിക്കും. പ്രൈസ് ദി ലോർഡ്. ഇനി എന്താണ് നമ്മെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ ഇഷ്ടം? അത് പൗലോസിനെ ഇങ്ങനെ പഠിപ്പിക്കുകയാണ്. 1 തെസ്സലോനിക്കർ 5:16 മുതൽ. അത് ഒത്തിരി ബുദ്ധിമുട്ടുള്ള കാര്യമല്ല, വളരെ സിമ്പിളായ, ആർക്കും പറ്റുന്ന, ആർക്കും ചെയ്യാൻ പറ്റുന്ന, ആർക്കും സ്വീകരിക്കാൻ പറ്റുന്ന വളരെ ലളിതമായ ചില കാര്യങ്ങളാണ് ശ്രീഹ പറഞ്ഞു തരുന്നത്. ഇതാണ് നിന്നെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ ഹിതമെന്ന്. എന്താ അത്? അനേക തവണ നമ്മൾ കേട്ടിട്ടുള്ള, ധ്യാനിച്ചിട്ടുള്ള ദൈവവചനം. എപ്പോഴും സന്തോഷത്തോടെ ഇരിക്കുക, ഇടവിടാതെ പ്രാർത്ഥിക്കുക, എല്ലാ കാര്യത്തിലും നന്ദി പ്രകാശിപ്പിക്കുക. ഇതാണ് യേശുക്രിസ്തുവിൽ നിന്നെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ ഹിതം. യേശുക്രിസ്തുവിൽ നമ്മെക്കുറിച്ചുള്ള പിതാവായ ദൈവത്തിൻ്റെ, സൃഷ്ടാവിൻ്റെ ഇഷ്ടം ഇതാണ്. എപ്പോഴും സന്തോഷത്തോടെ ഇരിക്കുക, ഇടവിടാതെ പ്രാർത്ഥിക്കുക, എല്ലാ കാര്യത്തിലും നന്ദി പ്രകാശിപ്പിക്കുക. ഒന്ന് ചിന്തിച്ച് നോക്കി, എന്തുമാത്രം ഒരു അനുഗ്രഹിക്കപ്പെട്ട ജീവിതമായിരിക്കും അതല്ലേ? ഒരു സന്തോഷത്തോടെയുള്ള ജീവിതം, പ്രാർത്ഥിച്ചുകൊണ്ടുള്ള ജീവിതം, എപ്പോഴും നന്ദി പറഞ്ഞുകൊണ്ടുള്ള ജീവിതം. ചോദിക്കട്ടെ, നമുക്കിങ്ങനെ എപ്പോഴും സന്തോഷത്തോടെ ജീവിക്കാൻ പറ്റുന്നുണ്ടോ? പറ്റുന്നില്ലെങ്കിൽ അതിന് കാരണം എന്താണ്? ഒരിക്കൽ ഒരു ധ്യാനഗുരു പറഞ്ഞ ഒരു കഥ ഓർക്കുകയാണ്. കഥയാണ്. അദ്ദേഹം ഇങ്ങനെ പറയുകയാണ്, ഒരിക്കലൊരു മരത്തിൻ്റെ ചില്ലയിൽ 2 പക്ഷികൾ, 2 ഇടക്കുരുവികൾ തുല്ലസിച്ച് സന്തോഷിച്ച് ആ മരക്കൊമ്പിൽ വസിക്കുകയാണ്. തുള്ളിച്ചാടി ആനന്ദിച്ച് ചില്ലകൾ തോറും മാറി മാറി പറക്കുന്നു, സന്തോഷിക്കുന്നു, ആനന്ദിക്കുന്നു, വലിയ സന്തോഷം. ആ സന്തോഷത്തിനിടയ്ക്ക് ഒരു പക്ഷി മറ്റേ പക്ഷിയോട് ചോദിച്ചു, നമ്മുടെ ജീവിതം എന്തൊരു സന്തോഷമല്ലേ, നമുക്ക് ദുഃഖമില്ല, ദുരിതമില്ല, കണ്ണുനീരില്ല, വേദനയില്ല, എന്തുമാത്രം സന്തോഷമുള്ള ജീവിതം നമ്മുടേത്. എന്നിട്ട് ആ പക്ഷി തന്നെ താഴേക്ക് ഒന്ന് വിരൽ ചൂണ്ടി. താഴെ ആരാ ഉള്ളത്? ഞാനും നിങ്ങളുമൊക്കെ. നമ്മളെ നോക്കിക്കൊണ്ട്, മനുഷ്യനെ നോക്കിക്കൊണ്ട് ഈ പക്ഷി മറ്റേ പക്ഷിയോട് ചോദിച്ചു, നമ്മൾ ഇത്രമാത്രം സന്തോഷത്തിൽ ജീവിക്കുന്നുണ്ടല്ലോ, എന്നിട്ട് എന്തുകൊണ്ടാണ് മനുഷ്യന്മാർക്ക് ഇങ്ങനെ സന്തോഷത്തിൽ ജീവിക്കാൻ പറ്റാത്തത്? അവിടെ മുഖത്തേക്ക് നോക്കിക്കേ, എന്തൊരു നിരാശയാണ്, എന്തൊരു ദുഃഖമാണ്, എന്തൊരു അസ്വസ്ഥതയാണ്. അവിടെ കുടുംബത്തിലൊക്കെ എന്തുമാത്രം പരാതികളാണ്, എന്തുമാത്രം പരിഭവങ്ങളാണ്, എന്തുമാത്രം ശാപവാക്കുകളൊക്കെയാണ്. എന്താണ് അവർക്ക് സന്തോഷമില്ലാത്തത്? അപ്പോൾ ചോദ്യം കേട്ട ആ പക്ഷി മറുപടി പറയുകയാണ്, എനിക്ക് തോന്നിയതാണ്, നമുക്കറിയാമല്ലോ, നമുക്കറിയാവുന്ന സത്യമുണ്ടല്ലോ, നമ്മെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന, നമ്മെ സംരക്ഷിക്കുന്ന ഒരു ദൈവമുണ്ട്, ഒരു സൃഷ്ടാവുണ്ടെന്നുള്ള സത്യം നമുക്കറിയാമല്ലോ. ഒരു പക്ഷേ ഈ സത്യം ഈ മനുഷ്യർക്ക് അറിയില്ലെങ്കിലോ? കഥയാണ്, പക്ഷേ അതിനകത്ത് എന്തുമാത്രം കാര്യങ്ങളുണ്ട്. പക്ഷി പറയുകയാണ്, നമ്മെ സൃഷ്ടിച്ച, നമ്മെ പരിപാലിക്കുന്ന, നമ്മെ നയിക്കുന്ന ഒരു ദൈവം നമുക്കുണ്ടെന്നുള്ള സത്യം നമുക്കറിയാമല്ലോ. ഈ സത്യം ഒരു പക്ഷേ മനുഷ്യന് അറിയില്ലെങ്കിലോ? നമ്മളിങ്ങനെ വാടിത്തടർന്ന മുഖവുമൊക്കെയായി നമ്മുടെ വീടുകളിലിരിക്കുമ്പോൾ നമ്മുടെ മുറ്റത്തോട് നടക്കുന്ന കോഴികളും താറാവുകളും കൂട്ടു നിൽക്കുന്ന പശുക്കളും ആടുകളൊക്കെ പറയും, പരസ്പരം പറയും, പാവം മനുഷ്യൻ, സൃഷ്ടാവിന് അറിയില്ലല്ലോ, അവൻ്റെ സംരക്ഷണം അറിയില്ലല്ലോ, അവൻ്റെ സ്നേഹം അറിയില്ലല്ലോ എന്ന് അവർ പറയാതിരിക്കാൻ വേണ്ടി വചനം പറയുകയാണ്, എപ്പോഴും സന്തോഷത്തോടെ ഇരിക്കുക, ഇടവിടാതെ പ്രാർത്ഥിക്കുക, എല്ലാ കാര്യത്തിലും നന്ദി പ്രകാശിപ്പിക്കുക. ഇതാണ് മക്കളെ നമ്മെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ ഇഷ്ടം. എപ്പോഴും സന്തോഷത്തോടെ ഇരിക്കുക എന്ന് പറഞ്ഞു കഴിയുമ്പോൾ ചിന്തിക്കരുത് എപ്പോഴും ചിരിച്ചുകൊണ്ടിരിക്കുക ആണെന്ന്, അല്ലെങ്കിൽ എപ്പോഴും ആർപ്പ് വിളിക്കുക എന്നുള്ളതാണെന്ന്, അല്ലെങ്കിൽ എപ്പോഴും ചാടി നടക്കുക, ഡാൻസ് കളിക്കുക ചിന്തിക്കരുത്. അത് ഉള്ളിലുള്ള ഒരു ആനന്ദമാണ്. മനുഷ്യനായി ജീവിക്കുമ്പോൾ, ഈ ജഡത്തോടെ ലോകത്തിൽ ജീവിക്കുമ്പോൾ ഒത്തിരി പ്രതികൂല സാഹചര്യങ്ങളുണ്ടാകും, ഇല്ലേ? നമുക്കിപ്പോഴില്ലേ? രോഗങ്ങളില്ലേ, കഷ്ടപ്പാടില്ലേ, ദുരിതങ്ങളില്ലേ, കണ്ണുനീരില്ലേ, വേദനകളില്ലേ, കടഭാരങ്ങളില്ലേ, നിരാശയില്ലേ, എല്ലാം ഉണ്ടാകും.
അത് മനുഷ്യനായി ജീവിക്കുന്ന മുഴുവൻ കാലങ്ങളിലും നമുക്കുണ്ട്. പക്ഷേ ഇവിടെയും സന്തോഷിക്കാൻ പറ്റണം. എന്താണ്? ഹൃദയത്തെ ഭരിക്കുന്ന ഒരു ആന്തരികമായ ഒരു സമാധാനം. നമ്മുടെ ജീവിതത്തിൽ ഒരു പ്രതികൂല സാഹചര്യം വരുമ്പോൾ സാരമില്ല, ഇതും കാണുന്ന ഒരു ദൈവം എനിക്കുണ്ട്, ഇതും ദൈവം അനുഗ്രഹത്തിനാക്കി മാറ്റും, ഇതിലൂടെ ദൈവം എന്നെ അനുഗ്രഹിക്കും എന്ന ഒരു മനോഭാവം നമുക്കുണ്ടെങ്കിൽ പ്രിയമുള്ളവരെ, അത് സന്തോഷത്തോടെയുള്ള ജീവിതമാണ്. ജീവിച്ചിരിക്കുന്ന കാലത്തിൽ രോഗമില്ലാത്തവരോ ദുരിതമില്ലാത്തവരോ ലോകത്തിൽ ആരുമില്ല. പക്ഷേ ഇതിനെ ഫേസ് ചെയ്യുന്ന രീതി, ഇതിനെ അഭിമുഖീകരിക്കുന്ന ഒരു രീതി, അതിനെ സന്തോഷത്തോടെ സ്വീകരിക്കുമ്പോൾ അത് വലിയ അനുഗ്രഹമായിട്ട് മാറും. ഇനി എപ്പോഴും സന്തോഷത്തോടെ ഇരിക്കുക, ഇടപെടാതെ പ്രാർത്ഥിക്കുക. എങ്ങനെ പ്രാർത്ഥിക്കാൻ പറ്റുന്നത്? നമുക്ക് ഇടപെടാതെ പ്രാർത്ഥിക്കാൻ പറ്റില്ലേ? നേരം എടുക്കുന്നതോടെ എഴുന്നേൽക്കുന്നതോടെ പറയണ്ടേ, കർത്താവേ ഇതാ എന്നെ നിൻ്റെ കരുണയിലേക്ക് സമർപ്പിക്കുന്നു. ഒരു പ്രാർത്ഥനയല്ലേ? രാവിലെ ഓടാൻ മേലെ ദേവാലയത്തിലേക്ക് അവിടെ ചെന്ന് പരിശുദ്ധ ബലി അർപ്പിക്കത്തില്ലേ? അത് ഏറ്റവും വലിയൊരു പ്രാർത്ഥനയല്ലേ? ജോലിക്ക് പോകാൻ ഇറങ്ങുമ്പോൾ കർത്താവേ എന്നെ സംരക്ഷിക്കണേ പ്രാർത്ഥിക്കുക, വലിയ പ്രാർത്ഥനയല്ലേ? ജോലി സ്ഥലത്തെത്തുമ്പോൾ ദൈവമേ ഇന്ന് കൂടെ ഉണ്ടാകണമേ പ്രാർത്ഥിക്കുക. ഭക്ഷണം കഴിക്കുമ്പോൾ ഓരോ സമയങ്ങളിലും ദൈവത്തെ ഓർക്കുക, എന്നെ കാക്കണമേ, സംരക്ഷിക്കണമേ, അനുഗ്രഹിക്കണമേ. ഒരു വാക്ക്, ഒരു ചിന്ത, ഇത് വലിയ പ്രാർത്ഥനയാണ്. ഇടവിടാതെ പ്രാർത്ഥിക്കുക. പ്രഭാതം മുതൽ രാത്രി ഉറങ്ങുന്ന സമയം വരെയും ഓരോ സാഹചര്യത്തിലും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. ഈശോയെന്ന് വിളിക്കുക, എന്നെ ഓർക്കണമേ, എന്നെ സംരക്ഷിക്കണമേ, അനുഗ്രഹിക്കണമേ. ഒരു വാക്ക്, ഒരു ചിന്ത, അതൊക്കെയാണ് വലിയ പ്രാർത്ഥനകൾ. എല്ലാ കാര്യത്തിലും നന്ദി പ്രകാശിപ്പിക്കുക. പറ്റുമോ നന്ദി പ്രകാശിപ്പിക്കാൻ? നേരം എടുക്കുമ്പോൾ കർത്താവ് ഒരു പ്രഭാതം നൽകിയല്ലോ, രാത്രിയിൽ ഉറക്കം നൽകിയല്ലോ, നന്ദി പറയുന്നു. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുമ്പോൾ കർത്താവ് മനോഹരമായി ഭക്ഷണം എനിക്ക് നൽകിയല്ലോ, വീട്ടമ്മ പറയുക നന്നായി ഭക്ഷണം ഒരുക്കാനുള്ള കൃപ എനിക്ക് നൽകിയല്ലോ. ഓഫീസിൽ ചെല്ലുമ്പോൾ രജിസ്റ്ററിൽ സൈൻ ചെയ്യുമ്പോൾ ദൈവമേ ഇന്ന് ജോലി ചെയ്യാനുള്ള കൃപ നൽകിയല്ലോ. പാടത്തിറങ്ങുമ്പോൾ പണിയായുധങ്ങൾ എടുക്കുമ്പോൾ ദൈവമേ എനിക്ക് ആരോഗ്യം നൽകിയല്ലോ, ആയുസ് നൽകിയല്ലോ. ഒരു വാക്ക്, നന്ദി കർത്താവേ. ഇങ്ങനെ പ്രഭാതം മുതൽ വൈകുന്നേരം വരെയും ഓരോ ചെറിയ കാര്യങ്ങളിലും ദൈവത്തെ ഓർത്ത് നിനക്ക് നന്ദി എന്ന് ഹൃദയത്തിൽ നിന്ന് പറയുമ്പോൾ അത് ഏറ്റവും വലിയ അനുഗ്രഹത്തിൻ്റെ പ്രവൃത്തിയായി മാറും. അപ്പോഴാണ് നമ്മെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ ഇഷ്ടം നിറവേറുന്നത്. എപ്പോഴും സന്തോഷത്തോടെ ഇരിക്കുന്ന, ഇടപെടാതെ പ്രാർത്ഥിക്കുന്ന, എല്ലാ കാര്യത്തിലും നന്ദി പ്രകാശിപ്പിക്കുക എന്ന ദൈവത്തിൻ്റെ ഇഷ്ടം നമ്മൾ പോലും അറിയാതെ നമ്മുടെ ജീവിതങ്ങളിൽ സംഭവിക്കുന്നത്. ഇതൊക്കെ ചെയ്ത വ്യക്തികളാണ് വിശുദ്ധരായി തീർന്നത്. ചെറിയ പ്രവൃത്തികളാണ്, പക്ഷേ ഇതിലൂടെയൊക്കെ വലിയ വലിയ ദൈവാനുഗ്രഹത്തിൻ്റെ വഴികൾ അറിയാതെ നമ്മുടെ ഭവനങ്ങളിൽ വരികയാണ്. ഒരിക്കൽ എൻ്റെ ഒരു സുഹൃത്ത്, എൻ്റെ വളരെ അടുത്ത സുഹൃത്ത്, ശാലോം ശുശ്രൂഷകനാണ്. അദ്ദേഹം പറഞ്ഞ വാക്ക് ഓർക്കുകയാണ്, പ്രയർഫുൾ മാൻ ഈസ് എ പവർഫുൾ മാൻ, പ്രയർലെസ് മാൻ ഈസ് എ പവർലെസ് മാൻ. പ്രാർത്ഥനയുള്ളവൻ ശക്തനാണ്, പ്രാർത്ഥനയില്ലാത്തവനോ ദുർബലനാണ്. അദ്ദേഹം പറയുകയാണ്, അദ്ദേഹത്തിൻ്റെ വീട്ടിൽ മാതാപിതാക്കളുണ്ട്. പിതാവ് വർഷങ്ങളായി പാരലൈസിൽ വന്ന് ഒരു സൈഡ് മുഴുവൻ പാരലൈസാണ്, സ്ട്രോക്ക് വന്നിട്ട്. അമ്മ സുഖമില്ലാത്ത അമ്മയാണ്. അദ്ദേഹം പറയുകയാണ്, എൻ്റെ അപ്പൻ ദിവസം 10ഉം 20ഉം ജപമാല അർപ്പിക്കും, യാതൊരു പരാതിയില്ല. ഞാൻ അപ്പനോട് ചോദിച്ചപ്പോൾ അവൻ പ്രാർത്ഥിക്കുന്നത് ആർക്ക് വേണ്ടിയാണ് ഇത്ര ജപമാല അർപ്പിക്കുന്നത്? 15ഉം 20ഉം ജപമാല അർപ്പിക്കും. ആർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത്? ഞങ്ങൾക്ക് വേണ്ടിയാണോ? അപ്പന് വേണ്ടിയാണോ? അപ്പന് സൗഖ്യം കിട്ടാൻ വേണ്ടിയാണോ? അപ്പം പറഞ്ഞു, നിങ്ങൾക്ക് വേണ്ടിയല്ല, എനിക്ക് വേണ്ടിയല്ല, സൗഖ്യത്തിന് വേണ്ടിയല്ല, അത് ദൈവം ചെയ്യുന്ന കാര്യങ്ങളാണ്. ഞാൻ പ്രാർത്ഥിക്കുന്നത് ദൈവമഹത്വത്തിന് വേണ്ടിയാണ്. ഞാൻ ദൈവമഹത്വത്തിന് വേണ്ടി ജപമാല അർപ്പിക്കും, അതിലൂടെ ദൈവമഹത്വപ്പെടും. അവൻ പറയുകയാണ്, അവൻ്റെ അമ്മ പാർക്കിൻസൺസ് രോഗമുള്ള മകളാണ്, അതിന് ട്രീറ്റ്മെൻറ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഡോക്ടർ പറഞ്ഞു, കൂടുതൽ ശ്രദ്ധിക്കണം, എന്തെങ്കിലും വിഷമമുണ്ടാകുന്ന വാർത്തകളൊന്നും പറയരുത്, ഒരിക്കലും നിരാശപ്പെടുത്തരുത്. അങ്ങനെ ട്രീറ്റ്മെൻറ്റിന് മധ്യേ മറ്റൊരു രോഗം കണ്ടെത്തി. ആ സഹോദരിക്ക് ഗർഭപാത്രത്തിൽ യൂട്രസിൽ ക്യാൻസറാണെന്ന്. ട്രീറ്റ്മെൻറ്റ് ആരംഭിക്കണമെങ്കിൽ ഈ വാർത്ത ആ സ്ത്രീ അറിയിക്കണം. ആരറിയിക്കും? എങ്ങനെ അറിയിക്കും? അറിയുമ്പോഴുള്ള അവസ്ഥ എന്തായിരിക്കും? ഒരൊത്തിരി വിഷമിച്ച് കഷ്ടപ്പെട്ട് വേദനയോടെ ദുഃഖത്തോടെ പ്രാർത്ഥനയോടെ അമ്മയെ ഈ വിവരം അറിയിച്ചു. ഈ ദുഃഖകരമായ വേദനിപ്പിക്കുന്ന ഈ വാർത്ത കേട്ടപ്പോൾ അമ്മ പറഞ്ഞു, ഈശോ അറിയാതെ അല്ലല്ലോ, ഇതും ഈശോ അറിയുന്നുണ്ടല്ലോ, ഈശോ ചെയ്യുന്ന എല്ലാം നന്മയ്ക്ക് വേണ്ടിയാണ് ഇത് പറഞ്ഞു. അമ്മ വീണ്ടും പറയുകയാണ്, ഒരു പക്ഷേ എനിക്ക് കീമോ ആരംഭിക്കുമ്പോൾ ഒത്തിരി മുടിയുള്ള സ്ത്രീയാണ്, ചിലപ്പോൾ എൻ്റെ മുടി പൊഴിഞ്ഞു പോകുമായിരിക്കും. ആ സഹോദരൻ പറയുകയാണ്, 5-6 വർഷമായി കീമോയും റേഡിയേഷൻ എല്ലാം കഴിഞ്ഞു, ഒരു മുടി പോലും പൊഴിഞ്ഞില്ല. പ്രാർത്ഥിക്കുന്ന വ്യക്തി പവറുള്ള വ്യക്തിയാണ്. ആ കുടുംബത്തിൽ അവർ നിരന്തരം പ്രാർത്ഥിക്കുന്നു.
ഒരു പ്രതികൂല സാഹചര്യം വന്നപ്പോൾ ആ പ്രാർത്ഥനകൾ അവർക്ക് വലിയ ഒരു അനുഗ്രഹമായിട്ട് മാറി, വലിയൊരു അനുഗ്രഹമായിട്ട് മാറി. പ്രിയമുള്ളവരെ, ഇതാണ് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത്. നാം ഇങ്ങനെ ദൈവസന്നിധിയിൽ നിന്ന് നമ്മുടെ ജീവിതത്തിലെ പ്രയാസങ്ങളെയും പ്രതികൂലങ്ങളെയും സ്വീകരിക്കുമ്പോൾ, ദൈവകരങ്ങളിൽ നിന്ന് സ്വീകരിക്കുന്നത് ലോകത്തിൽ നിന്നല്ല, മനുഷ്യരിൽ നിന്നല്ല, ദൈവകരങ്ങളിൽ നിന്ന് സ്വീകരിക്കുമ്പോൾ എൻ്റെ കർത്താവ് അറിയാതെ എൻ്റെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കുന്നില്ല. ഈ മനോഭാവത്തോടെ സ്വീകരിക്കുമ്പോൾ നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റും, പഴി പറയാതിരിക്കാൻ പറ്റും, പരാതി പറയാതിരിക്കാൻ പറ്റും, ശപിക്കാതെ സ്വീകരിക്കാൻ പറ്റും. ഇത് നമ്മുടെ ജീവിതത്തിൽ വലിയ അനുഗ്രഹമായി മാറും, നമ്മുടെ കുടുംബത്തിന് വലിയ അനുഗ്രഹമായിട്ട് മാറും. നമുക്ക് പറയാം, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇതാണ് ഈശോ പറഞ്ഞത്, എപ്പോഴും സന്തോഷത്തോടെ ഇരിക്കുക, ഇടപെടാതെ പ്രാർത്ഥിക്കുക, എല്ലാ കാര്യത്തിലും നന്ദി പ്രകാശിപ്പിക്കുക. ഇങ്ങനെ ചെയ്യുന്ന ഒരു കുടുംബത്തിൽ എപ്പോഴും സമാധാനം നിലനിൽക്കും. ഇങ്ങനെ ചെയ്യുന്ന ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ എപ്പോഴും ശാന്തതയുണ്ടാകും. അവൻ്റെ സർവ്വ വഴികളിലും ദൈവാനുഗ്രഹം നിറഞ്ഞു നിൽക്കും. അവനൊരു അനുഗ്രഹമായി മാറും. അവൻ്റെ തലമുറ ഒരു അനുഗ്രഹമായി മാറും. അവൻ്റെ കുടുംബം ഒരു അനുഗ്രഹമായി മാറും. അതിന് പ്രിയമുള്ളവരെ, നമ്മൾ പ്രാർത്ഥിക്കണം ദൈവത്തിന് മുമ്പിൽ. വീണ്ടും വചനം കൂട്ടിച്ചേർക്കുകയാണ്, പരിശുദ്ധാത്മാവിനെ നിങ്ങൾ നിർവീര്യരാക്കരുതേ, ആത്മാവിനെ നിങ്ങൾ നിന്ദിക്കരുതേ. കാരണം എന്താ? ഇതൊക്കെ പരിശുദ്ധാത്മാവിലൂടെ കിട്ടേണ്ട ഒരു പ്രവർത്തനമാണ്, അല്ലേ? പരിശുദ്ധാത്മാവിനെ നിർവീര്യമാക്കരുത്. പരിശുദ്ധാത്മാവിനെ നിർവീര്യമാക്കുമ്പം ഇതെല്ലാം വിട്ടുപോകും. നമ്മളിൽ പരിശുദ്ധാത്മാവ് ജീവിക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ ദൈവത്തിൻ്റെ ഹിതം നിറവേറ്റത്തക്ക രീതിയിലുള്ള കരുത്ത് നമുക്ക് ലഭിക്കുന്നത്. അപ്പോഴാണ് യഥാർത്ഥത്തിൽ ദൈവഹിതപ്രകാരം നമ്മുടെ ജീവിതങ്ങൾ നയിക്കപ്പെടുന്നത്. ഇതൊന്നും ഞാൻ പറഞ്ഞ ഒരു കാര്യങ്ങളും നമ്മുടെ മാനുഷിക കഴിവുകൊണ്ട്, മാനുഷിക അറിവുകൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല. മനുഷ്യരാണോ ഒരു വേദന വരുമ്പോൾ ദൈവത്തെ പഴിക്കും, കുറ്റം പറയും. പക്ഷേ ദൈവാത്മാവിനെ നിർവീര്യമാകാത്തൊരു വ്യക്തി, പരിശുദ്ധാത്മാവ് ജീവിക്കുന്ന ഒരു വ്യക്തി, പരിശുദ്ധാത്മാവിന് ജീവിതത്തിൽ സ്ഥാനം കൊടുത്തൊരു വ്യക്തി ദൈവാത്മാവിനോട് ചേർന്ന് നിൽക്കും. ആറിപ്പോയതിന് ചൂട് നൽകുന്ന, വാടുന്നതിനെ നനയ്ക്കുന്ന, വഴിതെറ്റിപ്പോയതിനെ നേർവഴിക്ക് നയിക്കുന്ന ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അങ്ങനെയുള്ള വ്യക്തി ഏറ്റെടുക്കും. അവൻ്റെ ജീവിതം ഒരു വലിയ അനുഗ്രഹമായിട്ട് മാറും. അതുകൊണ്ട് പ്രിയമുള്ള, നമുക്ക് കർത്താവിൻ്റെ മുമ്പിൽ ഇന്ന് ഒരു തീരുമാനം എടുക്കാം. എൻ്റെ ജീവിതത്തിൽ എന്തുമാത്രം പ്രതികൂലങ്ങളുണ്ട്, എന്തുമാത്രം വേദനകളുണ്ട്, എന്തുമാത്രം ഞാൻ കുറ്റപ്പെടുത്തിയിട്ടുണ്ട്, എൻ്റെ നാവിൽ നിന്ന് എന്തുമാത്രം പഴിചാരലുകൾ ഉണ്ടായിട്ടുണ്ട്, എന്തുമാത്രം ശാപവാക്കുകൾ ഉണ്ടായിട്ടുണ്ട്. തിരിച്ചറിയാം, തിരിച്ചു വരാം, തിരുത്താം. നമുക്ക് ഇന്നു മുതൽ എൻ്റെ ജീവിതം ദൈവത്തിൻ്റെ മുമ്പിൽ സന്തോഷമുള്ള ജീവിതം, ഓരോ പ്രഭാതത്തിലും ഓരോ അസ്തമയത്തിലും സന്തോഷിക്കും ദൈവത്തിന് മുമ്പിൽ. ഇന്ന് നയിച്ച ദൈവത്തോട് നന്ദി പറയും, ഇടപെടാതെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ ഞാൻ ഒരു അനുഗ്രഹമായി മാറും. അങ്ങനെ എൻ്റെ കുടുംബം ഒരു അനുഗ്രഹമായി മാറും. അങ്ങനെ എൻ്റെ വരും തലമുറ അനുഗ്രഹമായി മാറും. യേശുവിൽ ഞാൻ ഒരു കാര്യം ഉറപ്പ് നൽകട്ടെ, നീ ഇത് ചെയ്താൽ നിൻ്റെ കുടുംബത്തിൽ സമാധാനം നിലനിൽക്കും. സമാധാനം എന്ന് പറഞ്ഞാൽ എന്താണ്? അത് മറ്റൊന്നുമല്ല, കർത്താവായ യേശു ക്രിസ്തുവാണ്. ഇങ്ങനെയുള്ള ഭവനത്തിൽ ഈശോ കടന്നു വരും. അവൻ ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാടാണ്. കുഞ്ഞാട് വസിക്കുന്നത് സിംഹക്കൂട്ടിലല്ല, കുഞ്ഞാട് വസിക്കുന്നത് കുഞ്ഞാടുകൾക്കായ സ്ഥലങ്ങളിലാണ്. കുഞ്ഞാടിന് വരത്തക്ക രീതിയിൽ ആ കുടുംബത്തിൽ സ്നേഹമുണ്ടെങ്കിൽ, സമാധാനമുണ്ടെങ്കിൽ, സന്തോഷമുണ്ടെങ്കിൽ കുഞ്ഞാടായ ക്രിസ്തു നിൻ്റെ കുടുംബത്തിലേക്ക് കടന്നു വന്ന് നിന്നെ അനുഗ്രഹിക്കും. പ്രൈസ് ദി ലോർഡ്. നമുക്കൊന്ന് പ്രാർത്ഥിക്കാൻ വേണ്ടി ഒരുങ്ങാം. കർത്താവിന് മുമ്പിൽ നമ്മുടെ ഇന്ന് കേട്ട ഈ വചനത്തെ ഒന്ന് സമർപ്പിക്കാം. ഈശോയോട് പറയാം, കർത്താവേ, ഞാനിത് സ്വീകരിക്കുന്നു. നിൻ്റെ ഇഷ്ടം, എന്നെക്കുറിച്ചുള്ള നിൻ്റെ ഇഷ്ടം, സൃഷ്ടിയായ എന്നെക്കുറിച്ചുള്ള സൃഷ്ടാവിൻ്റെ ഇഷ്ടം, മകനെക്കുറിച്ചുള്ള സ്നേഹിക്കുന്ന അപ്പൻ്റെ ഇഷ്ടം. മാതാപിതാക്കൾ അങ്ങനെയാണ്, മക്കളിപ്പോഴും സന്തോഷത്തോടെ ജീവിക്കണം എന്ന് ആഗ്രഹിക്കുന്നത്. ഇതേപോലെ നമ്മുടെ ദൈവം ആഗ്രഹിക്കുന്നു സന്തോഷത്തോടെ ജീവിക്കണം. കണ്ണുകളടയ്ക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, എപ്പോഴും സന്തോഷത്തോടെ ഇരിക്കാൻ, ഇടപെടാതെ പ്രാർത്ഥിക്കാൻ, എല്ലാ കാര്യത്തിലും എപ്പോഴും നന്ദി പ്രകാശിപ്പിക്കാൻ അവിടുന്ന് എന്നെ പഠിപ്പിക്കണമേ. അങ്ങനെ അവിടുത്തെ ഇഷ്ടം നിറവേറ്റുന്നവനായി, അവിടുത്തെ ഇഷ്ടം നിറവേറ്റുന്നവളായി, അവിടുത്തെ മകനായി, മകളായി, അവിടുത്തെ പ്രിയപ്പെട്ടവനായി എന്നെ ഉയർത്തണമേ. ഈശോയെ, അവിടുത്തെ വാഗ്ദാനമായ ആത്മാവിനെ നിങ്ങൾ നിർവീര്യമാക്കരുതേ, പ്രവചനങ്ങളെ നിങ്ങൾ നിന്ദിക്കരുതേ. കർത്താവെ, ആത്മാവിനെ നിർവീര്യമാക്കാതെ പരിശുദ്ധാത്മാവിനോട് ചേർന്ന് ജീവിച്ച് അനുഗ്രഹമായി മാറാൻ കർത്താവെ എന്നെ സഹായിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും
ആമേൻ.